കാർലോ അക്വിറ്റീസ് വിശുദ്ധ പദവിയിലേക്ക്. സൈബർ അപ്പോസ്തലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കാർലോ അക്വിറ്റീസിൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനം സെപ്റ്റംബർ 7 ഞായറാഴ്ച വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ 10,000-കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കിയായിരിക്കും ലയോ 14 പാപ്പ കാർലോ അക്വിറ്റീസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക. കാർലോ അക്വിറ്റീസിൻ്റെ ജീവിതം. 1991 മെയ് 3 ലണ്ടനിൽ ആന്ദ്രേ അക്വിറ്റീസ് അന്റോണിയോ ദമ്പതികളുടെ ഏക മകനായി കാർലോ അക്വിറ്റീസ് ജനിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം കുടുംബം ഇറ്റലിയിലെ മിലാനിലേക്ക് താമസം മാറി. 7-ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചു. ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടക്കിയിരുന്നില്ല. ഏറെ നേരം സക്രാരിയുടെ മുന്നിൽ ചിലവഴിച്ചിരുന്നു. കാർലോ പറഞ്ഞു, സ്വർഗം എപ്പോഴും നമ്മെ കാത്തിരിക്കുന്നു. വിശുദ്ധ കുർബാനയാണ് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി. എല്ലാ ദിവസവും ജപമാല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. പഠിക്കുന്ന കാലത്ത് തൻ്റെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ വിവാഹമോചനം നേടുമ്പോൾ അവർക്ക് ആശ്വാസം കൊടുക്കാനും കാർലോ സമയം കണ്ടെത്തി. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന കാർലോ ഏറ്റവുമധികം സന്ദർശിക്കാൻ ആഗ്രഹിച്ചത് തൻ്റെ മാതൃക കൂടിയായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജന്മനാടായ അസീസിയായിരുന്നു. 2006 ഒക്ടോബർ 12 15-ാം വയസ്സിൽ ലുക്കീമിയ പിടിപെട്ടതിനെ തുടർന്ന് കാർലോ മരണമടഞ്ഞു. മരണക്കിടക്കയിലായിരിക്കുമ്പോഴും തൻ്റെ സഹനങ്ങളെല്ലാം ദൈവത്തിനും തിരുസഭയ്ക്കും പരിശുദ്ധ പിതാവിനും സമർപ്പിക്കുന്നുവെന്നാണ് അവൻ പറഞ്ഞത്. മീഡിയ മിനിസ്ട്രി, പേയാട് ഇടവക. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയാട് മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.